നമസ്കാരം, തുല്യത ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് +1 ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്ന് നാലാമത്തെ ചാപ്റ്ററാണ് ദാരിദ്ര്യം. ചാപ്റ്റർ 4 ദാരിദ്ര്യം. ഈ ചാപ്റ്ററിൻ്റെ മുൻപുള്ള 3 ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സെപ്പറേറ്റ് 3 ചാപ്റ്റേഴ്സിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൊന്ന് ഓൾ എന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് നേരിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ദാരിദ്ര്യം ചാപ്റ്റർ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ എസ്സേ ചോദിക്കും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ ഇതിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ദാരിദ്ര്യം എന്നുള്ളതാണ്. ദാരിദ്ര്യത്തെ നിർവചിക്കുക, അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ നേടാനാവാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. വളരെ ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ദാരിദ്ര്യം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ കാര്യങ്ങൾ നേടാനാവാത്ത ഒരു അവസ്ഥയാണ് ദാരിദ്ര്യമെന്ന് പറയുന്നത്. സിമ്പിളല്ലേ? 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്താണ് ദാരിദ്ര്യം. ക്ലിയർ ആണോ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം. നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇതെല്ലാം. ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാതെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആ കുടുംബം അല്ലെങ്കിൽ ആ വ്യക്തി ദരിദ്രനാണ് അല്ലെങ്കിൽ ദരിദ്രരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് 2 സ്ഥലങ്ങളിലായിട്ടാണ് കാണാൻ കഴിയുക. ഏതൊക്കെയാണ് 2 സ്ഥലങ്ങൾ? ഒന്ന് നഗരമാണ്, 2 ഗ്രാമമാണ്. നഗരങ്ങളിലുള്ള ദരിദ്രരെ നഗര ദരിദ്രരെന്നും ഗ്രാമങ്ങളിലുള്ളവർ ദരിദ്രരെ ഗ്രാമീണ ദരിദ്രർ അല്ലെങ്കിൽ ഗ്രാമദരിദ്രരെന്നും പറയും. അപ്പോൾ അതാരൊക്കെയാണ് എന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നഗര ദരിദ്രരാണ് പഠിക്കാൻ എളുപ്പം. 2 കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഒന്നിൻ്റെ എക്സാമ്പിൾ പറയാം. തെരുവു കച്ചവടക്കാർ, ആക്രി വസ്തുക്കൾ പെറുക്കുന്നവർ, വീട്ടുവേലക്കാർ, ഭിക്ഷക്കാർ, ഇവരൊക്കെയാണ് നഗരങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദരിദ്രരുണ്ട്, അത് ക്ലിയർ ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ദരിദ്രരുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ആയിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. ഒരു 7 പോയിന്റ് ഞാനിവിടെ പറയാം. ആ 7 പോയിന്റും പഠിച്ചു വെക്കുക. ഒന്ന്, പോഷകാഹാരക്കുറവ്. പോഷകാഹാരക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പോഷണം ലഭ്യമാവണം. അത് കിട്ടാത്തതാണ് പോഷകാഹാരക്കുറവ്. അതില്ല എങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ വ്യക്തിയോ എന്തായി മാറും? ദരിദ്രരായിട്ട് മാറും. രണ്ടാമത്തേത് നിരക്ഷരതയാണ്. നിരക്ഷരത എന്ന് പറഞ്ഞാൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷരതാ ക്ലാസ്സിലൂടെ വിദ്യാഭ്യാസം നേടുന്നു അല്ലേ? അതുപോലെ നിരക്ഷരത എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലും കിട്ടാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത അവസ്ഥ. ആ എഴുത്തും വായനയും അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതുപോലെ എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തിരിച്ചറിയാൻ അയാളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അയാൾ എന്താവും? ദരിദ്രനാകും. എന്തുകൊണ്ട്? എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട്, അതായത് നിരക്ഷരനായതുകൊണ്ട്. മറ്റൊരു പോയിന്റ് അനാരോഗ്യമാണ്. അനാരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമല്ലാത്ത അവസ്ഥയാണ് അനാരോഗ്യം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ബാധിച്ച അവസ്ഥ. മറ്റൊന്ന് ഭൂരഹിതരാണ്. ഭൂരഹിതരെന്ന് പറഞ്ഞാൽ സ്വന്തം ഭൂമി ഇല്ലാത്ത ആളുകൾ, സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത ആളുകൾ. അതുപോലെ സാമ്പത്തിക അവസരക്കുറവ്. 5ാമത്തെ പോയിന്റാണ് സാമ്പത്തിക അവസരക്കുറവ്. അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമ്പത്ത് നേടിയെടുക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടാത്തത്. സമ്പത്ത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നു,
ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം, വരുമാനം ഉണ്ടാക്കാം. എന്നാൽ പല ആളുകൾക്കും അങ്ങനെ ജോലി നേടാനുള്ളൊരു അവസരം ഉണ്ടാവാതെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നിരക്ഷരതയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കുറവാണ്, അല്ലെങ്കിൽ അനാരോഗ്യമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സാമ്പത്തിക അവസരക്കുറവുണ്ടാകുന്നു. മറ്റൊരു പോയിന്റ്, സ്ഥിര ജോലിയില്ലായ്മ. ജോലിയുണ്ട്, എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലും ഉണ്ടാകുന്ന ജോലി കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട്, അതെന്ത് ജോലി ആയിക്കോട്ടെ, സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടാകും. മറ്റൊന്ന് കടബാധ്യതയാണ്. 7ാമത്തെ പോയിന്റ്. കടബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ പണം നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങും. കടം വാങ്ങി, ജോലിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് കടം വാങ്ങി ആ കടം വീട്ടാൻ വേണ്ടി മറ്റൊരു കടം വാങ്ങുന്നു. അങ്ങനെ കടത്തിൻ്റെ മേൽ കൂടുതൽ കടം വന്നു ഭവിക്കുന്നതാണ് കടബാധ്യത എന്ന് പറയുന്നത്. അത് ദാരിദ്ര്യത്തിൻ്റെ വലിയൊരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിക്കുക. ഇന്ത്യയിലെ ദരിദ്രരുടെ പൊതു സവിശേഷതകൾ: 1 പോഷകാഹാരക്കുറവാണ്, 2 നിരക്ഷരതയാണ്, 3 അനാരോഗ്യമാണ്, 4 ഭൂരഹിതരാണ്, 5 സാമ്പത്തിക അവസരക്കുറവ്, 6 സ്ഥിര ജോലിയില്ലായ്മ, 7 കടബാധ്യത. ഓക്കെ, ഇനി എന്താണ് ദാരിദ്ര്യരേഖ? അടുത്തൊരു ടോപ്പിക്കാണ് ദാരിദ്ര്യരേഖ. ദാരിദ്ര്യരേഖ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദാരിദ്ര്യരേഖ. എങ്ങനെ നോക്കാം? പോവർട്ടി ലൈൻ എന്നാണ് നമ്മളതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ദരിദ്രർ എന്നും ദരിദ്രർ അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖയ്ക്ക് പറയുന്ന പേരാണ് ദാരിദ്ര്യരേഖ. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും തരംതിരിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വരുമാനം. ഓക്കെ, ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ലഭിക്കുന്ന വരുമാനം മാനദണ്ഡമാക്കിക്കൊണ്ട് ആ കുടുംബം അല്ലെങ്കിൽ ആ വ്യക്തി ദരിദ്രനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു. ദരിദ്രനാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കും, ദരിദ്രനല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും. അതാണ് ദാരിദ്ര്യരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവരെ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ എന്നും, അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെ APL അഥവാ എബവ് പോവർട്ടി ലൈൻ എന്നുമാണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇപ്പൊ അതെല്ലാം മാറി. ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. മുൻഗണനാ വിഭാഗം, മുൻഗണനേതര വിഭാഗം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാർഡുകൾ, റേഷൻ കാർഡുകൾ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്കുള്ളതല്ല, പക്ഷെ മനസ്സിലാക്കുക. എങ്ങനെയാണ് ആളുകളെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ ദരിദ്രരാണോ അല്ലയോ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് റേഷൻ കാർഡിൻ്റെ തരംതിരിവ്. ഓക്കെ, അപ്പോൾ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖയാണ് ദാരിദ്ര്യരേഖ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷനാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത്. 1 മാർക്കിന്റെ ചോദ്യമാണത്. ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണയിക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ദാരിദ്ര്യരേഖ നിർണയിക്കാനായി ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെ കലോറി ഊർജം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കലോറി ഊർജം? ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കലോറി ഊർജം എന്നുള്ളത്. എന്താണ്? നാം ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഊർജം ലഭിക്കുന്നുണ്ടോ, എനർജി കിട്ടുന്നുണ്ടോ, ആ എനർജിയെയാണ് കലോറി എനർജി അല്ലെങ്കിൽ കലോറി ഊർജം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉള്ളവർക്ക് കലോറി ഊർജം എത്രയാണെന്ന് നിജപ്പെടുത്തി. ഗ്രാമങ്ങളിലുള്ളവർക്ക് 2400 കലോറിയും അതുപോലെ നഗരങ്ങളിലുള്ളവർക്ക് 2100 കലോറിയുമാണ്
ഇങ്ങനെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ കലോറി ഊർജം നഗരങ്ങളിലുള്ളവർക്കും ഗ്രാമങ്ങളിലുള്ളവർക്കും വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രാമങ്ങളിലുള്ളവർക്കാണ് കൂടുതൽ കലോറി വേണം എന്നാണ് കണക്കാക്കുന്നത് അല്ലെ. 2400 കലോറി ഊർജം ഗ്രാമങ്ങളിലുള്ളവർക്ക് വേണമെന്ന് പറയുന്നു. എന്നാൽ നഗരങ്ങളിലുള്ളവർക്ക് 2100 കലോറി മതി. എന്താ ഈ ഒരു വ്യത്യാസത്തിന് കാരണം? നഗരങ്ങളിലുള്ളവരെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലുള്ള ആളുകൾ ശാരീരികമായും മാനസികമായും ജോലി ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരാണ്. അതായത് മാനസികമായും എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടും, അതുപോലെ തന്നെ ശാരീരികം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും പണിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ശരീരം ഇളകി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ നല്ല കലോറി വേണം, കൂടുതൽ കലോറി വേണം. അതുകൊണ്ടാണ് ഗ്രാമങ്ങളിലുള്ളവർക്ക് 2400 കലോറി എന്ന് പറയുന്നത്. നഗരങ്ങളിലുള്ളവർക്ക് എത്ര മതി? 2100 മതി. എന്താ കാര്യം? അവർ ശാരീരികമായിട്ടുള്ള അധ്വാനമൊന്നും കൂടുതൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, ടീച്ചേഴ്സ്, ഓഫീസ് ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടോ മാത്രം ചെയ്യുന്ന ജോലികളാണ്. അല്ലാതെ ശരീരമാസകലം ഇളക്കിക്കൊണ്ടുള്ള ഒരു ജോലി ചെയ്യുന്നവരല്ലാത്തത് കൊണ്ട് അവർ ുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ജോലി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ച് കലോറി മതി. ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നഗരങ്ങളിലുള്ളവരെ ഗ്രാമങ്ങളിലുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നഗരങ്ങളിലുള്ളവർക്ക് 2100 കലോറിയും ഗ്രാമങ്ങളിലുള്ളവർക്ക് 2400 കലോറിയുമാണ് വേണ്ടത്. ഇത് കൃത്യമായിട്ട് ഞാനിത് പറയാൻ കാരണം പരീക്ഷയ്ക്ക് ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? റീസൺസ് ഫോർ ദ പോവർട്ടി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളൊരു 13 പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 8 ഒക്കെ പഠിച്ചു വെച്ചാൽ മതി, 13 പഠിക്കേണ്ടതില്ല. ഞാൻ 13 പറയും, പക്ഷേ എളുപ്പമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഒരു 8 പഠിച്ചു വെക്കുക. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ, ഒന്ന് കുറഞ്ഞ വരുമാനമാണ്. ദാരിദ്ര്യം ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കുറഞ്ഞ വരുമാനമാണ്. അതുപോലെ തന്നെ ആസ്തി ഇല്ലായ്മയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. ആസ്തി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ സ്വത്ത് ഇല്ല എന്നുള്ള അർത്ഥമാണ്. ആസ്തി എന്ന് പറഞ്ഞാൽ സ്വത്താണ്. എങ്ങനെയാണ് വരുമാനം ഉണ്ടാവുക? വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ വേണം. അപ്പോൾ മൂന്നാമത്തെ ഒരു പോയിന്റ് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ ഉണ്ടാകുമ്പോൾ കുറഞ്ഞ വരുമാനം ഉണ്ടാകും. വരുമാനം കുറയുമ്പോൾ നമുക്ക് ആസ്തി കുറയും. അതുപോലെ തന്നെ മറ്റൊരു കാരണം, ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് അസമത്വമാണ്. നാലാമത്തെ പോയിന്റ്, അസമത്വം എന്ന് പറയുമ്പോൾ സമത്വമല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വരുമാനമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം, അതുപോലെ സ്വത്തുള്ളവനും സ്വത്തില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരു അസമത്വം രാജ്യത്തിൽ നിലനിൽക്കുമ്പോൾ ആ അസമത്വം ജനങ്ങളെ ദാരിദ്ര്യത്തിന് കാരണമാക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ് സാമൂഹിക ഒറ്റപ്പെടലാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാകുന്നു. അതുപോലെ ചൂഷണമാണ് ആറാമത്തെ പോയിന്റ്. ചൂഷണം എന്ന് പറയുമ്പോൾ അതായത് വിവരം കൊണ്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും മുൻപന്തിയിലുള്ളവർ അതിന് താഴെയുള്ളവരെ ചൂഷണത്തിന് വിധേയരാക്കുന്നു. ഇത് ആ ചൂഷണത്തിന് വിധേയരാകുന്നവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നു. മറ്റൊന്ന് കടബാധ്യതയാണ്. വരുമാനക്കുറവും ആസ്തിക്കുറവും തൊഴിലില്ലായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കടം വാങ്ങുന്നു. കടം വാങ്ങി അവർ ആ കടം വീട്ടാൻ വേണ്ടി മറ്റൊരു കടം വാങ്ങുന്നു. അങ്ങനെ അവർ കടബാധ്യത അകപ്പെട്ടു പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട എട്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ജനസംഖ്യാ വിസ്ഫോടനമാണ്. കുടുംബത്തിലോ രാജ്യത്തിലോ ജനസംഖ്യ വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കാനോ കണ്ടെത്താനോ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ആ കുടുംബം അല്ലെങ്കിൽ ആ രാജ്യം എന്തനുഭവപ്പെടുന്നു? ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒമ്പതാമത്തെ പോയിന്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. ജനസംഖ്യ
പെരുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ, അതായത് നേരത്തെ നമ്മൾ ദാരിദ്ര്യം എന്താണെന്ന് നിർവചിച്ചപ്പോൾ പറഞ്ഞ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതെ വരുന്നു. അതുപോലെ മറ്റൊരു പോയിന്റ് പണപ്പെരുപ്പമാണ്. രാജ്യത്തിൽ സാധന സേവനങ്ങളുടെ വിലക്കയറ്റം രാജ്യത്തെ കറൻസിയുടെ മൂല്യം കുറയുന്നതിന് കാരണമാകും. ഇതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അത് രാജ്യത്ത് പട്ടിണിയും അതുപോലെ തന്നെ ക്ഷാമവും വിളിച്ചു വരുത്തുന്നതാണ്. മറ്റൊന്ന് 11ാമത്തെ പോയിന്റ് കാർഷിക മുരടിപ്പാണ്. കാർഷിക മുരടിപ്പ്, കാർഷിക മേഖലയോട് കാണിക്കുന്ന വിമുഖത, അത് രാജ്യത്തിലെ കാർഷിക മുരടിപ്പിന് കാരണമാകും, ദാരിദ്ര്യം ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് വ്യാവസായിക മുരടിപ്പ്. 12ാമത്തെ പോയിന്റാണ് വ്യാവസായിക മുരടിപ്പ്. 13ാമത്തേത് കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം. രാജ്യത്തിനകത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും അത് കാര്യക്ഷമമല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരു ചോദ്യം, ദാരിദ്ര്യത്തെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ദാരിദ്ര്യത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ദീർഘകാല ദരിദ്രരാണ്, രണ്ടാമത്തേത് ഹ്രസ്വകാല ദരിദ്രരാണ്. ദീർഘകാല ദരിദ്രർ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം അനുഭവിച്ച് തീർക്കുന്ന ആളുകളാണ് ദീർഘകാല ദരിദ്രർ. അതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് നിത്യദരിദ്രരാണ്, രണ്ടാമത്തേത് സാധാരണ ദരിദ്രരാണ്. എന്നാൽ ഹ്രസ്വകാല ദരിദ്രർ എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രം ദാരിദ്ര്യം ഉണ്ടാവുന്ന വിഭാഗങ്ങളാണ്. അവർ ജനനം കൊണ്ട് ദരിദ്രരാണെങ്കിലും പിന്നീട് ദാരിദ്ര്യം മാറുകയും സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ എത്തിപ്പെടുകയും ആ കാലയളവിൽ എപ്പോഴെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറുന്നതാണ് ഹ്രസ്വകാല ദരിദ്രർ. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ചേണിങ് ദരിദ്രരാണ്, രണ്ടാമത്തേത് ഇടക്കാല ദരിദ്രരാണ്. അപ്പോൾ ദാരിദ്ര്യത്തെ തരംതിരിക്കുമ്പോൾ 4 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിത്യദരിദ്രർ, സാധാരണ ദരിദ്രർ, ചേണിങ് ദരിദ്രർ, ഇടക്കാല ദരിദ്രർ എന്നിങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ആണിത്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും വിവരിക്കുക എന്നാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും. അതിന് മറ്റൊരു ചോദ്യം വരാവുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കൈക്കൊണ്ടിട്ടുള്ള ത്രിമുഖ സമീപനം വിവരിക്കുക എന്നാണ്. ത്രിമുഖ സമീപനം, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു 3 പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ 3 പദ്ധതികളെയാണ് നമ്മൾ ത്രിമുഖ പദ്ധതികൾ അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത്. അതിലൊന്ന് സ്വയം തൊഴിൽ പദ്ധതികളാണ്, രണ്ടാമത്തേത് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ്, മൂന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. ഇത് 3ഉം എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിവരിച്ചു നോക്കാം. ജസ്റ്റ് എല്ലാവരും ഇതിൻ്റെ പോയിന്റ് മാത്രം പഠിക്കുക, മുഴുവനായിട്ടും വിവരിക്കേണ്ടതില്ല. ഓക്കെ, ഇതിലെ പദ്ധതികളെയും നമ്മൾ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒന്ന് സ്വയം തൊഴിൽ പദ്ധതികൾ. സ്വയം തൊഴിൽ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ തരം സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്. അപ്പോൾ സ്വയം തൊഴിൽ പദ്ധതികൾ എന്ന് പറഞ്ഞ് ബുക്കിൽ കാണുന്ന പോലെ സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് പോയിന്റ് എഴുതുക. ഇവിടെ പലരും ചോദിക്കുന്നത് ഇത് മലയാളത്തിൽ എഴുതണോ അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ മതിയോ എന്നാണ്. ഇംഗ്ലീഷ് മാത്രം എഴുതിയാലും മതി, പക്ഷേ ഏറ്റവും നല്ലത് മലയാളത്തിൽ എഴുതി വെക്കുന്നതായിരിക്കും. കാരണം നോക്കുന്ന അധ്യാപകന് കുറച്ചുകൂടെ മാർക്ക് നമുക്ക് ഇടാൻ തോന്നുന്നു. കാരണം നമ്മൾ പോയിന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇതിന്റെ വിവരണം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മലയാളത്തിൽ എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ സ്വയം തൊഴിൽ പദ്ധതികളിൽ ഒന്നാമത്തേത് ഗ്രാമീണ തൊഴിൽ ഉൽപാദന പരിപാടി, രണ്ടാമത്തേത് പ്രധാനമന്ത്രി തൊഴിൽ ദാന പദ്ധതി, മൂന്നാമത്തേത് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന, നാലാമത്തേത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, അഞ്ചാമത്തേത് ജവഹർ റോസ്ഗാർ യോജന, 6 നെഹ്റു റോസ്ഗാർ യോജന, 7 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിപ്പോൾ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അടുത്തൊരു പോയിന്റ് ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി. മറ്റൊരു പോയിന്റ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. ഇത്രയും കാര്യങ്ങളാണ് സ്വയം തൊഴിൽ പദ്ധതികൾ. രാജ്യത്തിലെ ഗ്രാമങ്ങളിലെ നഗരങ്ങളിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തൊന്ന് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ്. ജനങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ. അതിലൊന്ന്
പൊതുവിതരണ സമ്പ്രദായം. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഒന്നാമത്തേത് പൊതുവിതരണ സമ്പ്രദായം. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന റേഷൻ ഷോപ്പൊക്കെയാണ് ഈ പൊതുവിതരണ സമ്പ്രദായത്തിൽ വരുന്നത്. രണ്ടാമത്തേത് സംയോജിത ശിശു വികസന പദ്ധതി. സംയോജിത ശിശു വികസന പദ്ധതി അത് അംഗനവാടി വഴിയൊക്കെ ഉള്ളതാണ്. ICDS എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മറ്റൊന്ന് ഉച്ചഭക്ഷണം പദ്ധതി. സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി. അത് ഇപ്പോൾ അറിയപ്പെടുന്നത് PM പോഷൺ യോജന എന്നാണ്. പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി പോഷൺ യോജന എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്. മറ്റൊന്ന് അന്നപൂർണ പദ്ധതിയാണ്. അന്നപൂർണ പദ്ധതി. മറ്റൊന്ന് അന്ത്യോദയ അന്ന യോജന. ഈ അന്ത്യോദയ അന്ന യോജനക്ക് നിങ്ങൾക്കറിയാം, റേഷൻ കാർഡ് മഞ്ഞ കളറുള്ള ആളുകളാണ് അന്ത്യോദയ അന്ന യോജന. ഓക്കെ. അതുപോലെ മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ആളുകൾക്ക് ഇൻഷുറൻസ് സ്കീമിലൂടെയും അതുപോലെ തന്നെ പെൻഷൻ സ്കീമിലൂടെയും ദാരിദ്ര്യം ഇല്ലാതാക്കുക, അതുവഴി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയതാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് ആം ആദ്മി ഭീമ യോജന. ആം ആദ്മി ഭീമ യോജന. രണ്ടാമത്തേത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ. മൂന്നാമത്തേത് RSBY. ഇത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ്, RSBY എന്ന് പറയുന്നത്. മറ്റൊന്ന് APY അടൽ പെൻഷൻ യോജന, അതാണ് APY. മറ്റൊന്ന് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഇതൊരു എസ്സേ ആകും. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. 8 മാർക്കാണ്, വിട്ടുകളയരുത്. ഒരു ചാപ്റ്ററാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. തീർച്ചയായും എല്ലാവരും കാണണം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. ആ ഒരു സമാധാനത്തോടു കൂടി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.